നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. കുവൈറ്റിലെ പ്രവാസികളെ, നിങ്ങളൊന്ന് ഉഷാറായിക്കേ. അവിടെ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ വല്ലതും നിങ്ങൾ അറിയുന്നുണ്ടോ? വെറുതെ കിട്ടിയ അവസരം പാഴാക്കല്ലേ. വർഷത്തിൽ 2 തവണ മാത്രം നടക്കുന്ന ആ പ്രതിഭാസത്തിന് ഇനി ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. അധികം ദീർഘിപ്പിക്കുന്നില്ല, കാര്യത്തിലേക്ക് വരാം. അതായത് കുവൈറ്റിൽ രാവും പകലും തുല്യ സമയം ആകുന്നു. പകൽ 12 മണിക്കൂറും രാത്രി 12 മണിക്കൂറും ഉണ്ടാകും. മാർച്ച് 16 ബുധനാഴ്ചയാണ് ഈ പ്രതിഭാസം കുവൈറ്റിൽ സംഭവിക്കുന്നത്. അൽ ഉജൈരി സയന്റിഫിക് സെന്ററിലെ പബ്ലിക് റിലേഷൻസ് ഡയറക്ടർ ഖാലിദ് അൽ ജമാൻ ആണ് ഈ പ്രതിഭാസം സംബന്ധിച്ച വിവരം അറിയിച്ചിരിക്കുന്നത്. ഒരു വർഷത്തിൽ 2 തവണയാണ് ഈ പ്രതിഭാസം സംഭവിക്കുന്നത്. ഇത് എപ്പോഴാണ് സംഭവിക്കുന്നതെന്ന് അറിയണ്ടേ? മാർച്ചിൽ വസന്തം മിതമായ ഘട്ടത്തിലെത്തുമ്പോഴും സെപ്റ്റംബറിൽ വേനൽ മിതമായ അവസ്ഥയിലെത്തുമ്പോഴുമാണ് ഇത് സംഭവിക്കുന്നത്. ഒരു വർഷത്തിൽ മാർച്ചിലും സെപ്റ്റംബറിലും 2 തവണ ഈ പ്രതിഭാസം ആവർത്തിക്കുന്നത്. മാർച്ചിലെ പ്രതിഭാസം തണുപ്പിന് വിട നൽകുന്നതിന്റെയും സെപ്റ്റംബറിലേത് ചൂടിന് വിട നൽകുന്നതിന്റെയും സൂചനയായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത്. എന്തായാലും ഈ പ്രതിഭാസം വളരെ ശുഭസൂചനയായിട്ട് തന്നെയാണ് വിലയിരുത്തുന്നത്. അടുത്തത് ഒരു മുന്നറിയിപ്പാണ്. കുവൈറ്റിൽ വാക്സിൻ എടുക്കാത്ത അധ്യാപകരും വിദ്യാർത്ഥികളും സ്കൂളിൽ പ്രവേശിക്കുന്നതിന് മുൻപ് തന്നെ PCR പരിശോധന നടത്തണമെന്ന് വിദ്യാഭ്യാസ മന്ത്രാലയം അറിയിച്ചിരിക്കുകയാണ്. തീരുമാനം ബാധകമാകുന്നത് ഇമ്മ്യൂൺ സ്റ്റാറ്റസ് ഇല്ലാത്ത അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കുമാണ്. വാക്സിൻ എടുക്കാത്ത 16 വയസ്സിന് മുകളിലുള്ള വിദ്യാർത്ഥികളും അധ്യാപകരും സ്കൂളിൽ പ്രവേശിക്കുന്നതിന് മുൻപ് കോവിഡ് പരിശോധനാ ഫലം ഹാജരാക്കണമെന്നാണ് നിർദ്ദേശം. നിശ്ചിത കാലയളവിൽ PCR പരിശോധനാ ഫലം പുതുക്കണമെന്നും നിർദ്ദേശമുണ്ട്. മറ്റ് ആരോഗ്യ കാരണങ്ങളാൽ വാക്സിൻ എടുക്കാൻ സാധിക്കാത്ത വിദ്യാർത്ഥികൾക്കും കോവിഡ് പരിശോധനാ നിബന്ധന ബാധകമാണ്. ഇമ്മ്യൂൺ ആപ്പിൾ ഗ്രീൻ സ്റ്റാറ്റസ് ഉള്ളവർക്ക് PCR ഇല്ലാതെ പ്രവേശനം അനുവദിക്കുമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. അതേസമയം കോവിഡ് കേസുകൾ കുറയുകയും രാജ്യം സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ സ്കൂളുകളിലെ PCR നിബന്ധന ഒഴിവാക്കണമെന്നാണ് പാർലമെന്റ് അംഗം ഡോക്ടർ അഹമ്മദ് അൽ മദർ ആവശ്യപ്പെട്ടത്. മാർച്ചിൽ സ്കൂളുകൾ പൂർണ്ണതോതിൽ പ്രവർത്തനം തുടങ്ങുന്ന സാഹചര്യത്തിൽ ഇത്തരം നിബന്ധനകൾ ഏർപ്പെടുത്തുന്നത് വിദ്യാഭ്യാസത്തിന്റെ നിലവാരം കുറയ്ക്കാൻ കാരണമാകുമെന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത്. നിരവധി രക്ഷിതാക്കളും PCR ഒഴിവാക്കണമെന്ന് വിദ്യാഭ്യാസ മന്ത്രാലയത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്തായാലും PCR ഒഴിവാക്കണമെന്ന വിവിധ കോണുകളിൽ നിന്ന് വരുന്ന ആവശ്യത്തിൽ വരും ദിവസത്തിൽ അന്തിമ തീരുമാനം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.